കൂട്ടുകാരെ, ബാസ് പ്രസൻസിന്റെ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇംഗ്ലീഷിലെ വിവിധ ഡിസ്കോഴ്സുകൾ, ലെറ്റർ, സ്പീച്ച്, പ്രൊഫൈല്, അല്ലെങ്കിൽ ഇമെയിൽ, ലെറ്റർ ടു ദ എഡിറ്റർ, അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റർ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതുപോലെ ചില യൂണിറ്റുകളുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ കൂടി ഇംപ്രൂവ്മെന്റ് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയിരുന്നു. നമ്മൾ ഇന്നൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ചാപ്റ്ററിനെയും നമുക്ക് അടുത്തറിയാം. ഓരോ ചാപ്റ്ററിനെയും പെട്ടെന്ന് ഒന്ന് നമ്മുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു സമ്മറി, അതിന്റെ മെസ്സേജ്, അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഷോർട്ട് ക്ലാസ്സുകൾ, വീഡിയോസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സീരീസിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ APJ അബ്ദുൽ കലാമിന്റെ പ്രസംഗം ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്നുള്ളതിനെ ബേസിലുള്ള ഡിസ്കഷനാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. തുടർന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസ്കോഴ്സുകൾ, ചില പ്രത്യേക ക്വസ്റ്റ്യന് ആൻസറുകൾ എങ്ങനെ എഴുതാം, റിവ്യൂ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതൊക്കെ കുട്ടികൾ കമന്റിലൂടെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ റിവ്യൂ തയ്യാറാക്കുന്നത്, നമ്മൾ സ്റ്റോറിയുടെ റിവ്യൂ എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ പോയം എങ്ങനെ എഴുതണം എന്നുള്ളതും, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം. അതുപോലെ ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഈ ടെക്സ്റ്റിലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്യാരക്ടർ സ്കെച്ച് ക്വസ്റ്റ്യൻസ് മുഴുവനായും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്ലാസ്സുകളെല്ലാം തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്രദമായ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഐ വിൽ ഫ്ലൈ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം എന്ന പേര് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ മിസൈൽ മാൻ, പീപ്പിൾസ് പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മുൻ സയന്റിസ്റ്റും ഇന്ത്യയിലെ പ്രസിഡന്റുമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന ഉന്നത പദവി വരെ എത്തിയ ഒരു മഹത് വ്യക്തിത്വം. ഇന്ത്യൻ യുവതലമുറക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലും 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഊർജ്ജസ്വലത പകർന്നു കൊടുത്ത വാക്കുകൾ കൊണ്ട് യുവമനസ്സുകളിലും മറ്റും സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന ഒരു പ്രസംഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ. അതൊന്ന് അഡാപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ഈ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഐ വിൽ ഫ്ലൈ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ APJ അബ്ദുൽ കലാം ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന ഒരു പ്രസംഗം ഒരു വേദിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു കുട്ടി സംശയം ചോദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവം ആ പ്രസംഗത്തിനിടയിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ആ ഒരു ശാസ്ത്രയാൻ എന്നുള്ള പ്രോഗ്രാമിൽ വെച്ച് കുട്ടി ചോദിച്ച സംശയത്തിന് മറുപടിയായിട്ട് കലാം ചൊല്ലിയ ഒരു കവിതയുടെ ടൈറ്റിലാണ് യഥാർത്ഥത്തിൽ ഐ വിൽ ഫ്ലൈ എന്നുള്ളത്. അത് എടുത്ത് നമ്മളുടെ ഈ സ്പീച്ചിന്, നമ്മളുടെ ഈ ടെക്സ്റ്റിൽ ആ ഒരു ടൈറ്റിൽ കൊടുത്തു എന്ന് മാത്രം. പിന്നെ ചാപ്റ്ററിൻ്റെ അവസാനം വീണ്ടും ആ പ്രസൻറ്റിൽ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന സ്പീച്ചിൽ അവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസിനോട്, യുവാക്കളോട്, ഓരോരുത്തരോടും യുണീക്ക് ആവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞിട്ടാണ് ഈ സ്പീച്ച് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പീച്ചിൻ്റെ ഒരു സ്ട്രക്ചർ, ഘടന കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കതിൻ്റെ സമ്മറി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാവും. ഐ വിൽ ഫ്ലൈ ഈസ് ദ ടൈറ്റിൽ ഗിവൺ ടു എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം നടത്തിയ ഒരു പ്രസംഗത്തിന് നൽകിയ ടൈറ്റിലാണ് ഐ വിൽ ഫ്ലൈ. He began his speech on the topic I am born with wings. അദ്ദേഹം തൻ്റെ പ്രസംഗം തുടങ്ങിയത് I am born with wings, ഞാൻ ജനിച്ചിരിക്കുന്നത് ചിറകുകളാലാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറക്കാനുള്ള കഴിവുകളോട് കൂടിയിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് കലാം പ്രസംഗിക്കാൻ പോകുന്നത്. He expressed the hope that the youth of today need not fear about their future. അദ്ദേഹം തൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു, ഇന്നത്തെ യുവാക്കൾക്ക് ഭാവിയെക്കുറിച്ച് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന്. He also mentions one of his experiences during his inaugural speech in a program called Shastrayan, which means the propagation of science. He also mentions one of his experiences. തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം അദ്ദേഹം ഈ സ്പീച്ചിനിടെ പറയുന്നുണ്ട്. During his inaugural speech in a program called Shastrayan.
പ്രോപ്പഗേഷൻ ഓഫ് സയൻസ് ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശാസ്ത്രയാൻ എന്ന നാമത്തിൽ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമാണ് ശാസ്ത്രയാൻ. ഗ്രാമീണ മേഖലയിലെ ഏകദേശം 2000-ഓളം കുട്ടികളെ ആ പ്രോഗ്രാമിന് ക്ഷണിച്ചിരുന്നു. അവരെ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും മറ്റ് സിവിൽ സർവൻസും ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് കലാമിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഒരു വില്ലേജ് ബോയ് ചോദിച്ച ചോദ്യവും അതിന് നൽകിയ മറുപടിയും ഒക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് സ്പീച്ച് എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് റേസ്ഡ് ദെയർ ഹാൻഡ്സ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഒത്തിരി കുട്ടികൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി കൈപൊക്കി. പക്ഷേ എല്ലാവർക്കും കൂടിയും ചോദ്യം ചോദിക്കാനും മറുപടി പറയാനുമുള്ള സമയമില്ലാത്തതുകൊണ്ട് APJ അബ്ദുൽ കലാം 12 കുട്ടികളുടെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തു റാൻഡമായിട്ട്. ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ എ ടീനേജർ ഫ്രം എ റിമോട്ട് വില്ലേജ് വെയർ റിയലി ഇൻസ്പയറിംഗ്. അതിൽ ഒരു കുഗ്രാമത്തിൽ നിന്നും വന്നിരുന്ന ഒരു കുട്ടി ചോദിച്ച ചോദ്യം സത്യത്തിൽ എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിരുന്നു. അത് APJ അബ്ദുൽ കലാമിനും ഒരു സർപ്രൈസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ബോയ് വാസ് നെർവസ്. ആ കുട്ടി ഇങ്ങനെ ആകെ പേടിച്ച് പറിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഹി എക്സ്പ്രസ് ഹിസ് വിഷ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഒരു മറൈൻ എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹമാണ് ആ കൊച്ച് അവിടെ പ്രകടിപ്പിച്ചത്. പക്ഷേ അവന് സ്വയം ചോദിക്കാനോ സംശയം ചോദിക്കാനോ ടീച്ചേഴ്സിനോട് ചോദിക്കാനോ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനോ ഒന്നുമുള്ള ധൈര്യമില്ല എന്ന് അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. But he was afraid of asking questions to his teachers and friends. Abdul Kalam recited a poem titled I Will Fly by a Persian Sufi poet Jalaluddin Rumi in response to the question. ആ കുട്ടിയുടെ ക്വസ്റ്റ്യന് റെസ്പോൺസ് ആയിട്ട് APJ അബ്ദുൽ കലാം അവിടെ ഐ വിൽ ഫ്ലൈ എന്ന പേർഷ്യൻ സൂഫി പോയറ്റ് ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കവിതയാണ് ആലപിച്ചത്. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 16 നോക്കുക. I am born with potential. I am born with goodness and trust. I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So I am not meant for crawling. I have wings. I will fly. I will fly and fly. ഈ ഒരു പോയത്തിൽ പരിചയമില്ലാത്ത വാക്കുകൾ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്നൊരു വേർഡ് ഫസ്റ്റ് കാണാം. കാപ്പബിലിറ്റി, കഴിവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവൻ്റെ മുമ്പിൽ മുട്ടഴഞ്ഞ് നീങ്ങുന്നതിനാണ് ക്രോളിംഗ് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. വളരെയധികം മോട്ടിവേഷണൽ ആയിട്ടുള്ള വരികളാണ് ഇതിലുള്ളത്. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ആവർത്തിച്ച് ചൊല്ലേണ്ട വരികളാണ് ഇവയെല്ലാം. ഇതിൽ പോയിട്ട് എന്താണ് ആ കവിതയിലെ സ്പീക്കർ സംസാരിക്കുന്നത് എന്താണ്? ദ സ്പീക്കർ ഇൻ ദ പോയം സെയ്സ് ദാറ്റ് ഹി ഹാസ് എബിലിറ്റീസ്, ഐഡിയാസ്, ഡ്രീംസ് ആൻഡ് കോൺഫിഡൻസ്. കഴിവുണ്ട്, ആശയങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആത്മവിശ്വാസമുണ്ട് എന്ന് അതിലെ സ്പീക്കർ പറയുകയാണ്. ഹി ഹാസ് വിങ്സ് ടു, പറക്കാനുള്ള ചിറകുകളുമുണ്ട്. സോ ഹി വോൺ ക്രൗൾ. പിന്നെ എന്തിനാണ് ഞാൻ മുട്ടിലിഴഞ്ഞ് മറ്റുള്ളവൻ്റെ മുമ്പിൽ ക്രൗൾ ചെയ്യുന്നത്? ഹി വിൽ ഫ്ലൈ ഹയർ ആൻഡ് ഹയർ. ഉന്നതിയിലേക്ക് പറക്കും ഞാൻ എന്ന് ആണ് ആ കവിതയിൽ പറയുന്നത്. ആഫ്റ്റർ ദിസ് കലാം അഡ്വൈസ്ഡ് ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ പ്രസൻറ്റ് പ്രോഗ്രാം ടു ബി യുണീക്ക്. അതിനുശേഷം ആ ഒരു റെഫറൻസ് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിൽ അവിടുത്തെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തിട്ട് പറയണത്, നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അതുല്യരായിരിക്കണം, തുല്യതയില്ലാത്തവരായിരിക്കണം. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുല്യമായ, ഒറ്റയായ എന്നൊക്കെയാണ് അർത്ഥം. ദാറ്റ് മീൻസ് ടു ബി ഡിഫറെൻറ്റ് ഫ്രം ആൾ അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളുള്ള മേഖല കണ്ടെത്തി പ്രവർത്തിക്കണം. യുണീക്ക് എന്നുള്ളതിന് അത്തരത്തിലുള്ള അർത്ഥങ്ങളാണ്. അതിവിശിഷ്ടമായ, അനുപമമായ, അതുല്യമായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇൻ ദ പ്രസൻറ്റ് പ്രോഗ്രാം ടു ബി യുണീക്ക്. ഇമിറ്റേറ്റിംഗ് അതേഴ്സ് വിൽ നോട്ട് മേക്ക് അസ് യുണീക്ക്. നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? നമ്മൾ യുണീക്ക് ആവില്ല. അപ്പോൾ പ്രസംഗത്തിനിടയിൽ കലാം പറയുന്നുണ്ട് എന്ത്? വീട്ടിൽ പോയാൽ രക്ഷിതാക്കൾ പറയും അയൽവക്കത്തെ കുട്ടിയെ പോലെ മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ പഠിക്കണം. സ്കൂളിൽ ചെന്ന ടീച്ചേഴ്സും പറയും എന്തുകൊണ്ട് നിനക്ക് ടോപ്പ് റാങ്ക് വാങ്ങിക്കൂടാ. ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് അതിനോട് കലാമിന് യോജിപ്പില്ല എന്ന് ഈ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കലാം ടോൾഡ് ദം ദാറ്റ് ബീയിങ് യുണീക്ക് ഈസ് എ ഗ്രേറ്റ് ചാലഞ്ച്. അതുകൊണ്ട് തന്നെ ഒരാൾ യുണീക്ക് ആവുക എന്നുള്ളത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാലഞ്ചാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. ദേ മസ്റ്റ് വർക്ക് ഹാർഡ് അണ്ടിൽ ദേ റീച്ച് ദെയർ ഗോൾ. അതുകൊണ്ട് ഓരോരുത്തരും തൻ്റേതായ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ആ സെറ്റ് ചെയ്ത ഗോൾ എത്തിപ്പിടിക്കുന്നത് വരെ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് കലാമിൻ്റെ ഈ ചാപ്റ്ററിലെ സന്ദേശം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സമ്മറി, അതിൻ്റെ ആശയം പരിചയപ്പെടുത്തുന്ന ക്വിക്ക് റിവിഷൻ സീരീസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക്